നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ BKS ഫെർട്ടിലിറ്റി ക്ലിനിക്, തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. എനിക്ക് സർവ്വസാധാരണ വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ബീജങ്ങളുടെ അനക്കം കുറയുന്നത്? ഇതിന് എന്ത് മരുന്ന് കഴിച്ചാൽ ഇതിനെ കൂട്ടാൻ പറ്റും? എന്നുവെച്ചാൽ നമ്മളുടെ സ്പേം അനാലിസിസിൽ 3 കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ്. ഒന്ന്, സംഖ്യ, എത്ര എണ്ണം ഉണ്ട്, കൗണ്ട്. അതൊരു 15 മില്യന്റെ മുകളിലേക്കാണെങ്കിൽ WHO സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോർമൽ ആണ്. പക്ഷേ ഉള്ള ഇമ്പോർട്ടന്റ് പ്രയോറിറ്റീസിൽ ഏറ്റവും താഴ്ന്ന വില ഞാൻ ഇതിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും വിലപ്പെട്ട മറ്റ് 2 പോയിന്റ്സ് ആണ്. ഏതാണ് ഏറ്റവും നല്ല ആരോഗ്യമുള്ളത്, ഏറ്റവും അനക്കമുള്ള ബീജങ്ങൾ? എന്നുവെച്ചാൽ ശരിക്കും പ്രോഗ്രസീവ് PR എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രോഗ്രസീവ് മോട്ടിലിറ്റി ശരിക്കും ഒരു 32% മുകളിലേക്കാണെങ്കിൽ പെർഫെക്റ്റ് ആണെന്നാണ്. അതിന്റെ മൂന്നാമത്തെ പോയിന്റ് ഉള്ളത് 4% ആയാലും നല്ല ആരോഗ്യം വേണം. എന്നുവെച്ചാൽ ബീജങ്ങളുടെ തലയും അതിന്റെ കഴുത്തും അതിന്റെ വാലും പ്രശ്നമില്ലാത്ത 100 എണ്ണത്തിൽ 4 എണ്ണമായാലും പെർഫെക്റ്റ് ആയിരിക്കണം. സോ കുറെ ബീജങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് നല്ല ആരോഗ്യവും അനക്കവും ഉണ്ടെങ്കിൽ മാത്രമേ അത് അനങ്ങുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ അനക്കം കുറയുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കിപ്പോ ഒരു അസുഖം പിടിച്ചാൽ, നമുക്ക് പനി പിടിച്ചാൽ, നമുക്ക് ഇപ്പൊ ഭക്ഷണം നേരെക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ആരോഗ്യം എന്തെങ്കിലും കൂടുതൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ വയ്യാതെ കിടപ്പാവുകയാണെങ്കിൽ, ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ആരോഗ്യം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും അനങ്ങില്ല. അപ്പൊ നമ്മൾ കൂടുതൽ അനങ്ങാതെ വയ്യാതെ വെറുതെ കിടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആരോഗ്യം കുറവാണ്. സോ ഈ അനക്കവും ആരോഗ്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ കൗണ്ട് കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഏറ്റവും ചെറിയ കൗണ്ടിൽ വരെ നമുക്ക് പ്രഗ്നൻസി കിട്ടാം. 4 മില്യൺ, 5 മില്യൺ, 1 മില്യൺ വരെ നോർമൽ പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരോഗ്യം കുറഞ്ഞ ഭ്രൂണങ്ങൾ, ബീജങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഭ്രൂണങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഈ ആരോഗ്യം കുറഞ്ഞ ബീജങ്ങൾ എന്ന് പറയുമ്പോൾ ബീജത്തിന് ഒരു തലയുണ്ട്, ഒരു കഴുത്തുണ്ട്, ഒരു വാലുണ്ട്. ഈ വാല് അതിനെ ഇളക്കി അനക്കിയിട്ടാണ് ബീജങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യുന്നത്. ഈ വാലിന് അനങ്ങാനുള്ള ഊർജം കൊടുക്കുന്നത് ഈ കഴുത്ത് എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഏറ്റവും മുകളിലുള്ള തല, അത് കുട്ടിയുടെ ശരീരത്തിലേക്ക് അച്ഛൻ കൊടുക്കാൻ പോകുന്ന അവനവന്റെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഒരു 5 കോടി അച്ഛന്റെ ഗുണങ്ങള്, എല്ലാ വിശേഷങ്ങളും എന്ന് വെച്ചാൽ തലയുടെ ഷേപ്പ്, തൊലിയുടെ നിറം, കണ്ണിന്റെ ഷേപ്പ്, മൂക്ക്, വായ, ഹൈറ്റ്, വെയിറ്റ്, എല്ലാ ചെറിയ ജനറ്റിക് മെറ്റീരിയലും ആ ചെറിയ തലയിൽ കടത്തി കൊടുക്കുന്നു ബീജം. പക്ഷെ ഈ കഴുത്തിലോ വാലിലോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അനങ്ങില്ല. ഇതിന് ആരോഗ്യം ഇല്ലെങ്കിൽ, വെച്ചാൽ തലയിടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അനങ്ങും. പക്ഷെ എന്നാലും അതിന് ആരോഗ്യം മൊത്തത്തിൽ നമ്മുടെ കൗണ്ടിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബീജങ്ങൾ അവിടെ അണ്ടം വരെ എത്താതിരിക്കുകയല്ലേ നല്ലത്. എത്ര കൂടുതൽ ആരോഗ്യമുള്ള ബീജങ്ങൾ അണ്ടം വരെ നീന്തി എത്തുന്നു എന്ന് വെച്ചാൽ, ഈ പറയുന്ന ട്യൂബിന്റെ ഈ അറ്റത്താണ് അണ്ടം വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് ഇവിടെ വരെ വരാൻ യോഗ്യതയും ആരോഗ്യവും ഇല്ലാത്ത ആ ബീജത്തിന് നമ്മൾ വാശി പിടിച്ച് ഇവിടെ എത്തിച്ചിട്ട് പ്രഗ്നൻസി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഭ്രൂണങ്ങൾ ചീത്തയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനക്കം കൂട്ടുന്ന മരുന്ന് എന്ന് പറഞ്ഞ് ചോദിക്കാതിരിക്കുക നല്ലത്. എന്നുവെച്ചാൽ എല്ലാരും ഇപ്പം ഏറ്റവും ബിഗസ്റ്റ് മാർക്കറ്റ് ഇതിന്റെ മോട്ടിലിറ്റി കൂട്ടുന്ന, സ്പീഡ് കൂട്ടുന്ന മരുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു മരുന്ന് ഇല്ല. ഒരു ചെടിന്ന് ഒരു പൂ വാടി നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ പൂവിനെ നന്നാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആ ചെടിന്ന് ഇന്നൊരു പ്രാവശ്യം അതേപോലെ പൂ വാടാതെ നോക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കാണുന്ന ടാബ്ലറ്റ്സ് ഒക്കെ എല്ലാവരും കഴിക്കുന്നുണ്ടാവും. 30, 40, 50 രൂപയുടെ ടാബ്ലറ്റ്സ് കുറെ കഴിക്കുന്നുണ്ടാവും. അത് ശരിക്കും അതിന്റെ വെടി വായിച്ചു നോക്കിയാൽ അതിന് ശരിക്കും വിറ്റാമിൻസും മൾട്ടി മിനറൽസും അങ്ങനത്തെ ന്യൂട്രിയൻസ് മാത്രമല്ല, ആന്റി ഓക്സിഡൻസ്. അത് നല്ല വില, 30-40 രൂപയുടെ വിലയുള്ള ടാബ്ലറ്റ്. ഈ വിറ്റാമിൻ ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് ബീജങ്ങളുടെ അനക്കം കൂടും തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. അത് നമുക്ക് ഭക്ഷണത്തിൽ തന്നെ കിട്ടും ഈ കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ അനക്കം കുറയ്ക്കാൻ ഒരു കാരണം ഉണ്ടാവും. സർവ്വസാധാരണ ഞാൻ കാണുന്ന ഒരു കാരണം, എന്റെ കുറെ വീഡിയോസിൽ പറഞ്ഞൊരു വലിയൊരു കാരണം ഷുഗറാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ വയറ് ചാടി വരുന്നതും, വയറിന്റെ ഭാഗത്ത് ഫാറ്റി ലിവർ സ്കാനിൽ കണ്ടു, വയറ് ചാടി വരുന്നു. മൊത്തത്തിൽ നമുക്ക് പണ്ടത്തെ അത്രയൊന്നും ഒരു ആരോഗ്യമില്ല, ക്ഷീണം കൂടുന്നു, പെട്ടെന്ന് സ്റ്റെപ്സ് ഒക്കെ കയറുമ്പോൾ വയ്യാതെ ആവുന്നു. പ്രായത്തിലായിട്ടില്ല എന്നാലും ക്ഷീണം കൂടുന്നു. ഇങ്ങനെ നമ്മളെ സെക്ഷൽ പെർഫോമൻസ് മോശമാവുന്നു. ചിലപ്പോൾ ഇത് ഷുഗറിന്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ ആയിരിക്കാം. അപ്പൊ ഷുഗർ ബോർഡർ ലൈൻ ഉള്ളവരും അല്ലെങ്കിൽ ശരിക്കും ഷുഗർ ഉള്ളവരും, പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് ആണെങ്കിൽ, കൺട്രോൾഡ് ഷുഗർ ആണെങ്കിൽ കുഴപ്പമില്ല, അൺകൺട്രോൾഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ബീജങ്ങളുടെ ആരോഗ്യം കുറയ്ക്കും. അങ്ങനത്തെ ബീജങ്ങൾ അനക്കം കുറയും. അങ്ങനത്തെ ബീജങ്ങൾ അവിടെ എത്താതിരിക്കുക നല്ലത്. ഉണ്ടായ ഭ്രൂണങ്ങൾക്ക് പൊതുവെ ഹാർട്ടിന്റെയും ബ്രെയിനിന്റെ അസുഖങ്ങൾ, പ്രോബ്ലംസ് കുട്ടികൾക്ക് കാണാറുണ്ട്. അബോർഷൻ റിസ്ക്കും കൂടുതലാണ്. പക്ഷെ അതല്ലാതെ ഇൻഫെക്ഷൻസ് ആണ് രണ്ടാമത്തെ ഒരു വലിയ പോസിബിലിറ്റി. അതിൽ യൂറിനിലോ സെമനിലോ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും മോട്ടിലിറ്റി കുറയും. എന്ന് വെച്ചാൽ അതിന്റെ ആരോഗ്യം അതനുസരിച്ച് കുറയും. സിഗരറ്റ് വലിയും കൂട്ടി. ഞാൻ നേരത്തെ വീഡിയോസിന്റെ എടുത്തിട്ടുണ്ട്. അതില് സിഗരറ്റിലെ പുകയില ഏത് രൂപത്തിലായാലും, ഹാൻസ് ആണെങ്കിലും ബീഡി ആണെങ്കിലും സിഗരറ്റ് വേറെ ഏത് രൂപത്തിൽ യൂസ് ചെയ്താലും
അത് തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആ കഴുത്തിനെയും വാലിനെയും ഡാമേജ് ചെയ്യും, അതിന് ജനറ്റിക് മാറ്ററിനെയും ഡാമേജ് ചെയ്യും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് വരെ ജനറ്റിക് ഇഷ്യൂസ് വരാൻ റിസ്ക് ഉണ്ട്. പിന്നെ കള്ള്, ആൽക്കഹോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിനെയും കുറെ കളയും, നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറച്ച് റേസ് ചെയ്യും, ഫാറ്റി ലിവറിനെ സാധ്യത കൂട്ടും. നമ്മളുടെ ഈ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അടുത്ത ഡാമേജ് ഉണ്ടാവുന്ന വൃഷണത്തിലാണ്, ടെസ്റ്റിസിൽ. അപ്പൊ അത് കാരണവും ബീജങ്ങളുടെ ആരോഗ്യം കുറയും, അത് കാരണം അനക്കം കുറയും. ഇത് ഞാൻ കുറെ കാരണങ്ങൾ കുറച്ച് പറഞ്ഞു മാത്രം. വേറെ എത്രയോ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബൈ ബർത്ത് ചിലർക്ക് 100% ഇമ്മോർട്ടൈൽ സീലിയ സിൻഡ്രോം എന്ന് പറയും, ഒരു ബീജവും അനങ്ങില്ല. ബീജങ്ങൾ പെർഫെക്റ്റ് ആണ്, പക്ഷെ ബീജങ്ങളുടെ ആ വാലിലെ ചില സെൽസിന് ഡാമേജ് ഉണ്ടാവും ബൈ ബർത്ത്. അവർക്ക് ബീജങ്ങൾ അനക്കാൻ പറ്റില്ല, പക്ഷെ ആ ബീജങ്ങൾ വെച്ചിട്ട് നമുക്ക് കുട്ടികളെ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ ഉണ്ടാവുന്ന കുട്ടിക്കും ഇതേപോലെ ഒരു റിസ്ക് ഫാക്ടർ, ഇമ്മോർട്ടൈൽ സീലിയ ഉണ്ടാവാൻ റിസ്ക് ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ അങ്ങനത്തെ 1-2 കാരണങ്ങൾ ഒഴിച്ച് ബാക്കി ഏതാണ്ട് കൂടുതൽ കാരണങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമ്മള് ചിലപ്പോ സ്ട്രെസ് കൂടുതലെടുത്താൽ, ഫിസിക്കൽ, അത് വളരെ കോമൺ മറന്നുപോയി പറയാൻ, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് വളരെ കൂടുതലെടുത്തു, ഉറക്കമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് ഭയങ്കര കുറെ മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നു, ഓഡ് ടൈമിൽ വർക്ക് ചെയ്യുന്നു, രാത്രി ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുന്നു, വീട്ടിൽ വേറെ വേറെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇഷ്യൂസ്, ഹോസ്പിറ്റലൈസേഷൻ, ആരെങ്കിലും മരണപ്പെട്ടു, ഇങ്ങനത്തെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബീജങ്ങളുടെ ആരോഗ്യം ഒന്ന് കുറയാം. പക്ഷെ അത് തന്നെ മാറും, അതിനുവേണ്ടി മരുന്ന് ആവശ്യമില്ല. പക്ഷെ ശരിക്കൊരു കാരണം ഉണ്ടെങ്കിൽ ആ കാരണം കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് മോട്ടിലിറ്റി കൂട്ടാനുള്ള, അല്ലെങ്കിൽ ബീജങ്ങളുടെ ആരോഗ്യം കൂട്ടാനും അങ്ങനെ നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാക്കാനുള്ള ആകെയുള്ള നല്ല വഴി. അല്ലാതെ വെറുതെ മരുന്ന് കഴിച്ചിട്ട് സമയം കളയണ്ട. വെറും ചെറിയ വിറ്റാമിൻ ഗുളിയും ആന്റി ഓക്സിഡൻസും മാത്രം കഴിച്ചിട്ട് ശരിയാവുന്ന പ്രതീക്ഷിച്ചിരുന്നാൽ അത് നിങ്ങളുടെ സമയം പോവാണ്. ബീജങ്ങൾ താനെ പതുക്കനെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞ് ഉള്ള സാധ്യതയും കൂടിയും കുറഞ്ഞു പോകും. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് മുഴുവൻ സൊല്യൂഷൻ എനിക്കിപ്പോ ഫോണിൽ ഇങ്ങനെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, അതനുസരിച്ചുള്ള ഡിസ്കസ് ചെയ്ത് നമുക്ക് വേണ്ട മരുന്നെടുത്ത് പ്രോബ്ലം മാറ്റാവുന്നതാണ്. താങ്ക് യു.